ഈ സിറിയയിലെ തൻഫ് US വിമാനത്താവളത്തിലും ജോർദാനിലെ US താവളത്തിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് ഉള്ളതാണ്. യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് സിറിയയിൽ, അതായത് മറ്റൊരു രാജ്യത്തിലേക്ക്, ഈ സിറിയ പോലെ ഒരു രാജ്യത്തേക്ക് ഇറാന്റെ ആക്രമണം. യുദ്ധം വ്യാപിപ്പിക്കുന്നു ഇറാൻ എന്നുള്ളതിന്റെ ലക്ഷണം കൂടിയാണിത്. ഈ US സൈനികൻ കൊല്ലപ്പെട്ടതായൊക്കെ ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ US സേന അത് പൂർണ്ണമായും നിഷേധിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇറാന്റെ മിസൈലുകൾ വെടിവെച്ചിട്ടതായി ജോർദാൻ പറയുന്നുണ്ട്. സിറിയയിലെ ഈ ടൻഫിലുള്ള US-ന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് സെന്ററിന് നേരെയാണ് ആക്രമണം എന്ന് പറയുന്നത്. ഇറാനൊപ്പം മാധ്യമങ്ങൾക്കാർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒട്ടേറെ US വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, റീഫ്യൂവലിംഗ്, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തകർത്തുവെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ അവകാശവാദം. ഒട്ടേറെ എണ്ണത്തിന് ഗുരുതരമായ കേടുപാടുകൾ വരുത്തിയെന്നുമൊക്കെ ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും സ്ഥിരീകരണമില്ല. ഗുരുതരമായ കേടുപാടുകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ജോർദാനോ US സൈന്യമോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഒപ്പം സ്വതന്ത്ര വാർത്താ ഏജൻസികൾക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളില്ല. പക്ഷേ ചില തരത്തിലുള്ള ചില സ്ഥിരീകരണങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അജയ്, ഇതിപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബേസുകൾ പല സ്ഥലങ്ങളിലുണ്ട്. അവിടെയൊക്കെ കടന്ന് ആക്രമിക്കുകയാണ്. ഒരുപക്ഷെ അവിടെ ഉള്ള കൂടുതൽ ആക്രമണങ്ങൾ ആ മേഖലകളിലേക്ക് ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയായിരിക്കാം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ നിരവധി വിമാനങ്ങൾ തകർന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. രഞ്ജിത്ത്, സിറിയയിലേക്ക് മാത്രമല്ല ഇറാഖിലേക്കും നിലവിൽ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാഖ് ഇറാന്റെ ഒരു സഖ്യകക്ഷിയാണ്. പക്ഷേ നിലവിൽ ആക്രമണം നടത്തിയിട്ടുള്ളത് ഇറാഖിലെ കുർദിഷ് പ്രവിശ്യയിലേക്കാണ്. ഈ കുർദിഷ് സേന എന്ന് പറയുന്നത് ഇറാനിലേക്ക് ഇതിനു മുൻപേ തന്നെ, ഈ സംഘർഷങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വടക്കൻ ഇറാനിൽ നിരവധി വിമത പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ഇവർക്ക് ഇസ്രായേലിൻ്റെയും ഫണ്ടിംഗ് ഉണ്ടെന്ന് ഇറാൻ നിരവധി തവണ ആരോപിച്ച കാര്യമായിരുന്നു. ഈ ആക്രമണം തുടങ്ങി ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇറാഖിലെ ഈ കുർദിഷ് പ്രവിശ്യയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. പിന്നെ സിറിയയിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തൻഫ് എന്ന് പറയുന്ന ഒരു US സൈനിക കേന്ദ്രത്തിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനിലേക്ക് ഇവിടെ നിന്ന് നടന്ന ആക്രമണത്തിന് ബദലായിട്ടാണ് ഈ ആക്രമണം എന്നാണ് അവർ നൽകിയിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ നടന്നിട്ടുള്ള ഈ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിട്ടുള്ളത് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതമാണ്. ഇപ്പോൾ മൂന്നാഴ്ചയുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കുറവ് കപ്പലുകൾ കടന്നുപോയത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെയാണെന്ന് നമുക്ക് കാണാനാകും. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സുരക്ഷിതമായി ഹോർമുസ് കടന്നു എന്ന് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് വെറും 6 കപ്പലുകളാണ്. ഇതിലൊരു കണക്ക് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു കപ്പലൊഴിച്ച് ബാക്കി എല്ലാ കപ്പലുകളും ഇറാൻ നിർദ്ദേശിച്ചിട്ടുള്ള പാതയിലൂടെ കടന്നുപോയിട്ടുള്ളതാണ് എന്നതും ശ്രദ്ധേയമാണ്. ഒരു കപ്പൽ മാത്രമാണ് ഒമാനി തീരത്തുകൂടി ഇറാൻ നിർദ്ദേശം പാലിക്കാതെ സുരക്ഷിതമായി ഹോർമുസ് കടന്നിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 15 കപ്പലുകളുടെ എങ്കിലും ശരാശരി കുറവ് ഇപ്പോഴുള്ള യാത്രയിൽ വന്നിട്ടുണ്ട്. ഇതിന് തൊട്ടു മുൻപേയുള്ള ദിവസത്തിൽ നിന്ന് വലിയൊരു ഇടിവാണ് ഈ ദിവസത്തിലെത്തിയപ്പോൾ ഹോർമുസിലൂടെയുള്ള ഗതാഗതത്തിൽ വന്നിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും മേഖലയിലെ സാഹചര്യം എത്രമാത്രം സങ്കീർണമാണ് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. തീർച്ചയായും അജയ്, മറ്റൊരു കാര്യം, തുടർച്ചയായ 7ാം ദിവസവും ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോകുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ സൈനിക കേന്ദ്രങ്ങളും ഇന്ധനം നിറയ്ക്കുന്ന സ്ഥലങ്ങളും ഒക്കെയാണ് ആക്രമിച്ചതെങ്കിൽ ഇപ്പോൾ ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്. UN-ന്റെ മുന്നറിയിപ്പ് വലിയ തോതിൽ അമേരിക്കയ്ക്കെതിരെ ഉണ്ട്, ഇത്തരം ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തുന്നതിനെതിരെ. പക്ഷേ ഇപ്പോൾ പാലങ്ങളടക്കം തകർത്തുകൊണ്ട് 8ഓളം പാലങ്ങൾ ഇതിനകം തകർത്തു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. തെക്കൻ ഭാഗങ്ങളിൽ വലിയ ആക്രമണങ്ങൾ നടത്തുന്നു എന്ന് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. തെക്കൻ ഇറാനിലെ ബന്ദർ ഖമീർ തുറമുഖത്ത് മാത്രം 5 പാലങ്ങൾ US സേന ബോംബിട്ട് തകർത്തു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും ഇറാൻ ഷെൽ പ്രവിശ്യയിലെ വിമാനത്താവളങ്ങളിലും ആക്രമണമുണ്ടായി എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. 8 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടത്. നേരത്തെ ബന്ദർ അബ്ബാസ് അടക്കമുള്ള നഗരങ്ങളിലാണെങ്കിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ആക്രമണം അമേരിക്ക വ്യാപിപ്പിക്കുന്ന പശ്ചാത്തലവും പ്രധാനമാണ്. നമ്മൾ ഈ പുറത്തു വരുന്ന കണക്കുകൾ വളരെ കൃത്യമാണല്ലോ അജയ്. ഇറാനിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ 7 ദിവസം ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ചില്ലറ നാശനഷ്ടമായി ഇറാന് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും വെല്ലുവിളിക്കാനുള്ള ഒരു ആർജവം അവർ കാണിക്കുന്നു എന്നത് പ്രധാനമാണല്ലോ. അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ആക്രമിക്കാം, കാരണം ഇറാന് ചുറ്റും അമേരിക്കയുടെ ബേസുകളുണ്ട്, അവർക്ക് സംവിധാനങ്ങളുണ്ട്, അവർക്കുള്ള മിസൈലുകളും അത്യാധുനിക ഉപകരണങ്ങളും ഉണ്ട്. വേണമെങ്കിൽ ഇറാനെ തീർക്കാം. പക്ഷേ ഇത്രയും മാസങ്ങളോളം പ്രയത്നിച്ചിട്ടും അവർക്ക് സാധിക്കുന്നില്ല എന്നതുകൂടിയുണ്ട്.
ഇത്രയധികം ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാനിൽ കാര്യവണ്ണം എടുത്തു പറയത്തക്കവണ്ണമുള്ള ഒരു സൈനിക ശേഷി അവർക്ക് ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ് നിലവിലുള്ള ആക്രമണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. വളരെ വ്യാപകമായിട്ട് തന്നെ ഇപ്പോൾ കുവൈറ്റ് ആണെങ്കിലും ജോർദാൻ ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും മറ്റ് സമീപ രാഷ്ട്രങ്ങളായിട്ടുള്ള ഇറാഖിലും പിന്നെ സിറിയയിലും നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ഇത്ര വ്യാപകമായിട്ടുള്ള രീതിയിൽ ഇറാന് പ്രത്യാക്രമണം നടത്താൻ ഇപ്പോഴും സാധിക്കുന്നുണ്ട്. എന്നാൽ US ഇപ്പോൾ ഈ ഇത്രയധികം ഗൾഫ് നാടുകളിലേക്ക് ഇറാൻ നാശം വിതച്ചിട്ടും ആ ഭീഷണികളൊന്നും വകവയ്ക്കാതെ 7ാം ദിവസവും US കനത്ത ആക്രമണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. UN ഇതിൽ വലിയ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. UNന്റെ ചീഫായിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് ഇത് നിലവിലെ ആക്രമണങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നാണ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഇറാനിലും അതുപോലെ ഗൾഫ് നാടുകളിലും നടക്കുന്ന ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങളിൽ മൊത്തം മരണസംഖ്യ ഇപ്പോൾ 40 കടന്നിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. കഴിഞ്ഞ ദിവസം ഇറാൻ പുറത്തുവിട്ടിട്ടുള്ള വാർത്താക്കുറിപ്പിൽ 38 ആയിരുന്നു മരണസംഖ്യ. ഇന്ന് മാത്രം 3 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. 8 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാന്റെ ഒരു വാച്ച് ടവറും അമേരിക്ക നിലവിൽ വെടിവെച്ച് തകർത്തു എന്നുള്ള റിപ്പോർട്ടുണ്ട്. ബുഷഹർ ആണവ നിലയത്തിലും കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ ഒരു സാറ്റലൈറ്റ് ദൃശ്യം ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ US ആക്രമണത്തിലാണ് ഇറാനിലെ ജനവാസ മേഖലകളിൽ കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഒരു റെയിൽവേ സ്റ്റേഷൻ ഈ ആക്രമണത്തിൽ തകർന്നു. നിരവധി പാലങ്ങളും തകർന്നിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഇറാനിയൻ മാധ്യമങ്ങൾ വഴി പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഒരു പാലം അതായത് ബന്ദറി ഖാമിർ എന്ന് പറയുന്ന ഒരു പാലം തകർത്ത USന്റെ കനത്ത ആക്രമണത്തിലാണ് 8 പേർ കൊല്ലപ്പെടുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമടക്കം ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് USന്റെ നിലവിലെ ആക്രമണം. ജനങ്ങളോട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും വീടുകൾക്കുള്ളിൽ തന്നെ തുടരണം എന്നുമാണ് ഇറാൻ പുതുതായി നൽകിയിട്ടുള്ള നിർദ്ദേശം. അതുപോലെ തന്നെ ഊർജ്ജ പ്രതിസന്ധി ഉള്ളതിനാൽ എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും ഇറാനിയൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും കാര്യങ്ങൾ ഒട്ടും ആശാവഹമല്ല. ഇതിനിടയിൽ നേരത്തെ പറഞ്ഞ പോലെ കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ വലിയ വ്യോമാക്രമണം ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ ബഹ്റൈനിലേക്കാളും ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ ഒരു രാജ്യം കുവൈറ്റ് ആയിരിക്കാം. അത് മാത്രമല്ല, സൈനികർക്ക് അടക്കം പരിക്കേറ്റു എന്ന് കുവൈറ്റ് അറിയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുവൈറ്റ് കരസേനാ വിഭാഗത്തിലെ സൈനികരെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഖാലിദ് ധരാജ് സാദ് അൽ ഷുറയ്യാൻ സന്ദർശിച്ചു. ഡെപ്യൂട്ടി ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് മേജർ ജനറൽ പൈലറ്റ് സബാഹ് ജാബർ അൽ അഹമ്മദ് അൽ സബാഹും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കുവൈറ്റ് സൈന്യത്തിന് കീഴിലുള്ള ക്യാമ്പുകൾക്കും വിവിധ സൈനിക താവളങ്ങൾക്കും നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് സൈനികർക്ക് പരിക്കേറ്റത്. ആശുപത്രിയിലെത്തിയ സൈനിക തലവന്മാർ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതിയും അവർക്ക് ലഭ്യമാക്കാവുന്ന അടിയന്തര ചികിത്സാ സൗകര്യങ്ങളും നേരിട്ട് വിലയിരുത്തി. സൈനികരുടെ ആരോഗ്യനില സംബന്ധിച്ച് ചികിത്സിക്കുന്ന മെഡിക്കൽ സംഘം ഉന്നത ഉദ്യോഗസ്ഥർക്ക് വിശദീകരണവും നൽകുന്ന പശ്ചാത്തലമുണ്ടായി. ഏറ്റവും മികച്ച പരിചരണവും ചികിത്സയും ഉറപ്പാക്കുമെന്ന് ചീഫ് ഓഫ് സ്റ്റാഫ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.